ആന്റി അങ്ങനെ എന്നെ ടീച്ച് ചെയ്തതാണ് ഇങ്ങനെ മലയാളം ചെയ്തത് സ്മോൾ ആരവിന്റെ ആരവിന്റെ പേരൻസ് മലയാളത്തിലല്ലേ സംസാരിക്കല്? ആണ്. അത് കേട്ടിട്ട് ആരവ് പഠിച്ചില്ലേ? അതും കേട്ടു. അപ്പൊ നമ്മൾ ആദ്യം എങ്ങനെയാണ് പഠിക്കുക? കേട്ട് പഠിക്കൂല്ലേ? നമ്മള് കേൾക്കുമ്പോ ഒരു ധാരാളം വേർഡ്സ് നമ്മളെ മെമ്മറിയിലേക്ക് വരൂല്ലേ? ബേബി ആവാൻ എത്തിനാണ് അന്ന പറഞ്ഞില്ല. യെസ്. അപ്പൊ നമ്മള് കേട്ട് പഠിക്കും. വേറെ ഏതൊക്കെ രീതിയിൽ നമ്മള് ഭാഷ പഠിക്കാൻ പറ്റും മലയാളം? ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്റെ പാരന്റ്സ് ലിസൺ ചെയ്തിട്ട് പറയുന്ന പിന്നെ ഞാനാണ് ലേൺ ചെയ്യുന്ന സമയത്ത് നമ്മള് റൈറ്റിംഗ് ചെയ്യാൻ പഠിക്കില്ലേ? എഴുതാൻ പഠിക്കില്ലേ? എനിക്കറിയാം. എഴുതാനറിയാം. എഴുതാൻ ആദ്യം എന്താ പഠിച്ചത്? എഴുതാൻ എനിക്ക് റീഡ് ചെയ്യാൻ അറിയാം. റീഡ് ചെയ്യാനും എഴുതാനും നമ്മൾ ആദ്യം എന്താ പഠിക്കേണ്ടത്? കേട്ടാല് റീഡ് ചെയ്യാനും എഴുതാനും പറ്റുമോ? പറ്റും. കേട്ടത് റീഡ് ചെയ്യാനും എഴുതാനും പറ്റും. ഒരു ലാംഗ്വേജ് കേട്ടാൽ മാത്രം. അറബിക്കില് ആരവിന്റെ വോയിസ് ക്ലിയർ ഇല്ലല്ലോ മാം. ആരവന് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ദേവദത്ത പറഞ്ഞേ. ആരവ് പറഞ്ഞത് നമുക്ക് കേട്ടാല് എഴുതാനും വായിക്കാനും പറ്റുന്ന. എനിക്ക് ഇടക്കിടക്ക് അറബിക്കില് കേട്ടാല് അറബിക്ക് എഴുതാനും അറിയാം. ഇപ്പൊ നമ്മൾ ആദ്യം അതിന്റെ അക്ഷരങ്ങൾ പഠിക്കണ്ടേ? അല്ലാതെ നമ്മൾ എങ്ങനെ എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും? എനിക്ക് അക്ഷരം അറിയാം. യെസ്. ആദ്യം നമ്മൾ എന്താണ്? ആരവ് കേൾക്കുന്നുണ്ടോ? സ്റ്റക്കാണെന്ന് തോന്നുന്നു. ആരവന്റെ അടുത്ത് റീജോയിൻ ചെയ്യാൻ പറ. അപ്പൊ കിട്ടും. Ma'am, I think he's having some problems with the connection. ഓക്കെ ദേവദത്തൻ. അപ്പൊ നമ്മൾ ആദ്യം അക്ഷരങ്ങൾ പഠിക്കണം അല്ലേ? ഇപ്പൊ കറക്റ്റ് ആയി നോക്കാം. Ma'am, my computer I offed my computer by mistake. My computer was lagging a little bit. So then it just offed. That is why. അതാണ്. നമ്മള് വായിക്കാനും എഴുതാനും പഠിക്കണമെങ്കിൽ ആദ്യം എന്താ പഠിക്കേണ്ടത്? അക്ഷരങ്ങൾ പഠിക്കണം അല്ലേ? ഓരോ ഭാഷയിലെ. ഇപ്പൊ മലയാളം വായിക്കുകയാണെങ്കിൽ മലയാള അക്ഷരങ്ങൾ പഠിക്കണം. അതുപോലെ ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പഠിച്ചിട്ടില്ലേ? എന്തെങ്കിലും അറിയാം. ഫുള്ള് അറിയാം. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഓക്കെ. മലയാളത്തിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട് എന്ന് അറിയോ? എനിക്ക് അതറിഞ്ഞൂടാ. പക്ഷെ മലയാളത്തിലെ കുറച്ച് വേർഡ്സ് അറിയാം. കുറച്ച് ആ ഇ ഉ ഓക്കെ. മലയാളം ആരോ പറഞ്ഞേ. എന്ത് പറയണം? മലയാളത്തിൽ അക്ഷരങ്ങൾ അറിയോ? എത്ര ഉണ്ടെന്ന് അറിയോ? എന്ത് നമ്പർസാ? യെസ്. മലയാളത്തിൽ എത്ര അക്ഷരങ്ങൾ? എത്രയോ ഉണ്ട്? എത്ര ഉണ്ട്? ഇപ്പൊ ഇംഗ്ലീഷില് നമുക്ക് എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? ഇംഗ്ലീഷില് ABCD. ABCD എത്ര ഉണ്ട്? എത്ര എണ്ണമുണ്ട് അറിയോ? ഹൗ മെനി ലെറ്റേഴ്സ് അറിയോ? അത് പറയണം. പറഞ്ഞു നോക്ക്. അറിയില്ലേ? Good afternoon, ma'am. അപ്പൊ ഇതുവരെ കൗണ്ട് ചെയ്തില്ലേ? ലെറ്റേഴ്സ് കൗണ്ട് ചെയ്തിട്ടില്ലേ ഇതുവരെ?
അതാരാ? ഇപ്പൊ 3 ടീച്ചേഴ്സാ. Vice. It's Okay. vice. No. Let me ask you one thing. Okay. Okay. Arav, why are you on your mobile? You're supposed to come via the laptop, right? Ma'am, my computer is glitching so much that my computer made a sizzling sound and just closed. Ma'am, Now it's it happened just closed. before 5 minutes, ma'am. Okay, fine. Okay, that is one thing I wanted to say. Oh. So, are you guys enjoying Malayalam class? Sorry, wrong item. 1, 2, 3, 4, 5, 7, 30. ഓക്കെ പിന്നെ ഓക്കെ ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ, ഞാൻ ചോദിച്ചത് ആരവ് ഇപ്പൊ എന്താ പറഞ്ഞതെന്ന് അറിയോ? മലയാളത്തിൽ നമ്പേഴ്സ് എങ്ങനെയാ പറയാന്നാ പറഞ്ഞത്. 1, 2, 3 എങ്ങനെയാണ് മലയാളത്തിൽ പറയാന്നാണ് പറഞ്ഞത്. മാം എന്താ ചോദിച്ചതെന്ന് അറിയോ? മലയാളത്തിൽ കുറെ അക്ഷരങ്ങളുണ്ട്. ഇപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അ, ഇ, ക, വ, ച, മ, ഇതൊക്കെയാണ് മലയാളത്തിലെ അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾ എത്ര എണ്ണം ഉണ്ട് എന്ന് അറിയോ? അതറിയാം. 10 10 ആണ്. 10 അല്ലേ? ഇവിടെ സ്ക്രീൻ ഇത് കാണാൻ കഴിയുന്നില്ലേ? മലയാളം അക്ഷരമാല എഴുതിയത് കാണുന്നുണ്ടോ? ആ, ഇത് എനിക്ക് കുറച്ച് മനസ്സിലായി. ഓക്കെ, ഇതൊക്കെ എന്താണ് ഇതൊക്കെ? ആ ആ ഓക്കെ, മലയാളത്തിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട് എന്ന് പറയട്ടെ മാം. മലയാളത്തിന്റെ ലെറ്റേഴ്സ് പറയാൻ ഇച്ചര എനിക്ക് അറിയുള്ളൂ. ഓക്കെ മാം പറയാം. മലയാളത്തില് അക്ഷരങ്ങളുടെ എണ്ണം ഇംഗ്ലീഷിൽ നമുക്ക് 26 ആൽഫബറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, A to Z, A to Z. 26 ലെറ്റേഴ്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. അതുപോലെ നമുക്ക് മലയാളത്തിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് അറിയോ? നമുക്ക് ആദ്യം മലയാളത്തില് 56 അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു. ആരോ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? മാമിന്റെ വോയിസ് ക്ലിയർ ആണോ? Yes, ma'am, your voice is clear. ഓക്കെ നമുക്ക് മലയാളത്തില് 51 അക്ഷരങ്ങളാണ് ഇപ്പൊ നിലവിലുള്ളത്. എത്ര അക്ഷരങ്ങളാണുള്ളത്? 51 എന്ന് പറഞ്ഞാൽ അറിയോ? 51. എനിക്കറിയാം. 51 51 എന്നാണ് മലയാളത്തിൽ പറയാം. അതിൽ ഇപ്പം നമുക്ക് 2 അക്ഷരങ്ങളെ ഒഴിവാക്കിയിട്ട് ഇപ്പം 49 അക്ഷരങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, എത്ര അക്ഷരങ്ങൾ എന്നാ പറയുന്നത്? പറഞ്ഞേ, എത്ര അക്ഷരങ്ങളുണ്ട്? 49 അക്ഷരങ്ങളുണ്ട്. ഓക്കെ, 49. യെസ്. ഈ 49 അക്ഷരങ്ങൾ നിങ്ങൾക്ക് അറിയോ? ഇതാണ് നമ്മളെ 49 അക്ഷരം. ഇത് 51 ഉണ്ട്. ഇതില് ഇപ്പം ഈ ഈ 2 അക്ഷരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, അക്ഷരങ്ങളല്ലാതെ ആക്കിയിട്ടുണ്ട്. അപ്പൊ 49 അക്ഷരങ്ങളാണ് ഇപ്പൊ ഉള്ളത്. 49. ഓക്കെ, ആരും ഇതൊന്ന് വായിച്ചേ. സ്ക്രീനിൽ കാണുന്ന ലെറ്റേഴ്സ് വായിച്ചേ, അക്ഷരങ്ങൾ വായിച്ചേ. യെസ്, നമുക്ക് മലയാളം ക്ലാസ്സിൽ അക്ഷരങ്ങൾ എന്ന് പറയാം. From top to bottom or yes, bottom to from top. Okay. Clear ആയിട്ട് കാണാൻ പറ്റുന്നത്? ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഇല്ല, നല്ല ബ്ലറി ആണ്.
അതെന്തിനാ? ഓക്കെ ഇനി ഓക്കെ എന്നാ ദേവദത്ത് വായിച്ചേ, അക്ഷരങ്ങൾ വായിക്കൂ. ഓക്കെ. ആ ആ ഇ ആ. ഈ ഉ ഊ ഋ എ ഐ ഓക്കെ. എ എ എ എ എ മാം എന്നെ ഐ. കാണാൻ പറ്റോ? എന്നെ കാണാൻ പറ്റോ? ആ കാണുന്നുണ്ട് കാണുന്നുണ്ട്. ദേവദത്തൻ കംപ്ലീറ്റ് ദിസ്. എ എ പിന്നെ ഐ ഐ ഓ ഓ ഓ ഔ ഔ അം അം ആ. ആ. ഓക്കെ ഇനി താഴെ കാണുന്ന ലെറ്റേഴ്സ് വായിക്കാൻ അറിയോ, അക്ഷരങ്ങള്? അത് അതറിഞ്ഞൂടാ എനിക്ക്. ഇതുള്ള ഒരു വേർഡ് എഴുതാൻ അറിയാം. ഒരു എഴുതാനറിയോ? ഓക്കെ ഓക്കെ. ദേ ഇത് ഈ അല്ലെങ്കിൽ മുകളിലെ ബോക്സിലുള്ളത് ഒന്ന് വായിച്ചേ, ദേവദത്തിനൊന്ന് വായിച്ചേ. മുകളിലെ ബോക്സിൽ എന്താ എഴുതിയത്? അത് കാണുന്നില്ലേ? ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? ക്ലിയറായിട്ട് കാണാം, പക്ഷെ വായിക്കാൻ അറിഞ്ഞൂടാ. നമ്പർ ചെയ്യാ. എനിക്ക് വായിക്കാൻ അറിയില്ല. ആ ഓക്കെ, ആരോ വായിക്കൂ. അല്ല നമ്പർ വെക്കോ. നമ്പർ മലയാളം നമ്പർ വെക്കോ. പിന്നെ എനിക്കറിയാം ഭയങ്കര ചീന. എനിക്ക് ഫുള്ള് പറയാം. 1 2 ആണോ ആരോ ഉദ്ദേശിക്കുന്നത്? ആ 1 2 3. ആ ഓക്കെ ഓക്കെ, അത് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ ബേസിക് അല്ല ആദ്യം നോക്കേണ്ടത്. പിന്നെ ഒരു ഭാഷയുടെ ബേസിക് എന്ന് പറഞ്ഞാൽ അതിന്റെ ലെറ്റേഴ്സ് ആണ്, അക്ഷരങ്ങളാണ് അല്ലെ. അപ്പൊ നമുക്ക് അക്ഷരങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഫസ്റ്റ് ഇവിടെ എഴുതിയത് അക്ഷരം ആർക്കെങ്കിലും വായിക്കാൻ അറിയോ? ഫസ്റ്റ് എഴുതിയ ഈ വേർഡ് നോക്കട്ടെ. എനിക്ക് വായിക്കാൻ പറ്റും തോന്നുന്നില്ല ഇത്. അല്ലേ, ഇതാണ് നമ്മുടെ മലയാളം. ഇങ്ങനെയാണ് മലയാളത്തിൽ മലയാളം എന്ന് എഴുതുക. ഒന്ന് നോക്കിയേ, ഇതിൽ എത്ര അക്ഷരങ്ങൾ വരുന്നുണ്ട് നോക്കിയേ. മലയാളം എന്നുള്ള ഒരു വാക്ക് എഴുതാൻ എത്ര അക്ഷരങ്ങൾ എഴുതാൻ വേണം? നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാ മലയാളം എഴുതുക? ആ യെസ് റൈറ്റ്. പിന്നെന്താ അറിയില്ല എന്ന് പറഞ്ഞത്? ആ ആ ല ല മല യാ ളം. ഒരു ലെറ്റർ കാണാൻ പറ്റുമോ? മലയാളം മാത്രം എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഒരു എനിക്ക് ലെറ്റർ ഒരു ലെറ്റർ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ആ No, Arav, it's visible. I think it's your problem, Arav. Okay. Just try to rejoin again, Arav. മാം. ഓക്കെ ദേവദത്തൻ, നമ്മൾ എങ്ങനെയാണ് മലയാളം ഇംഗ്ലീഷിൽ എഴുതുക ഒന്ന് പറഞ്ഞേ. മലയാളം ഇംഗ്ലീഷ് മലയാളത്തിൽ ഇങ്ങനെ പറയില്ലേ, അത് അതേപോലെ മനസ്സിലാക്കി ഇംഗ്ലീഷ് എഴുതണം. അതല്ല മാം ചോദിച്ചത്. ആപ്പിൾ എങ്ങനെ എഴുതുക? ആപ്പിളിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ. മലയാളത്തിലാ? അല്ല, ഇംഗ്ലീഷില്. APPLE. ഓക്കെ, അതുപോലെ മലയാളത്തിന്റെ സ്പെല്ലിംഗ് പറഞ്ഞ ഇംഗ്ലീഷിൽ എങ്ങനെയാ മലയാളം എന്ന് എഴുതുക? എമ്മിലല്ലേ സ്റ്റാർട്ട് ചെയ്യാ? ആപ്പിൾ എന്തായിരുന്നു മലയാളത്തിൽ പറയണത്? ആപ്പിൾ തന്നെയാ മലയാളത്തിൽ പറയാം. നമുക്ക് മലയാളത്തിൽ കുറെ ഇംഗ്ലീഷ് വേർഡ്സ് അതുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. എ ഇട്ടിട്ട് പിന്നെ എന്താ? അല്ല, ഫസ്റ്റ് എം അല്ലേ വേണ്ടത്? മലയാളം എന്ന് പറയുമ്പോൾ എന്നല്ലേ വരാ? സൗണ്ട് വരണമെങ്കിൽ നമ്മൾ എം എഴുതണ്ടേ? എം എ എൽ എ വൈ എ എം. YAM അങ്ങനെയല്ലേ മലയാളം എഴുതുക ഇംഗ്ലീഷ്? മലയാളം അപ്പോഴാണ് മനസ്സിലായത് അല്ലെ? മാം ചോദിച്ചു മനസ്സിലായിട്ടില്ല അല്ലേ? ഓക്കെ, ഇനി ആ മലയാളം എന്നുള്ളതാണ് നമ്മളിവിടെ മലയാളത്തിൽ എഴുതിയത്. അതെങ്ങനെ എഴുതാന്ന് കണ്ടോ? മാ
മലയാളം യാളം മലയാളം ആ മലയാളം വായിച്ച രണ്ടുപേരും വായിച്ച ആ ആ ക്ഷ 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 ര ഔഷധ ഔഷധമല്ല അക്ഷര അക്ഷരം മലയാള അക്ഷരം മലയാളം അക്ഷരമാല മലയാളം പറഞ്ഞേ. അക്ഷരമാല അതെന്ത് സാധനം യെസ് നമ്മൾ ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സ് എന്ന് പറയുന്നില്ലേ അതിന് മലയാളത്തിന്റെ അക്ഷരങ്ങളെ മലയാളത്തിൽ എന്താ പറയാ മലയാളം അക്ഷരമാല അവിടെ എന്തിനാ മാല കേൾക്കണ അക്ഷരങ്ങൾ അങ്ങനെയാണ്. മാത്രം പോരാ യെസ് അങ്ങനെയാണ് അത് പറയാ അതിന്റെ പേരങ്ങനെയാണ് മാല അതൊരു മാല പോലെയാണ് മാല എന്താണെന്നറിയോ എന്താ മാല അറിയില്ല നമ്മളെ ആ കഴുത്തിലിടുന്ന നമ്മള് കയറ്റിയിടുന്ന മാലയാണ് യെസ് ഉദ്ദേശിച്ചത്. കഴുത്തല്ല കഴുത്തിലിടുന്നത് അല്ലേ ഉം. ആ മലയാളം ഈ അക്ഷരമാല ഈ മലയാള ടമ്മിക്ക് എന്താ അക്ഷരമാല പറയണേന്നറിയോ ടമ്മിക്ക് എന്താ പറയണേന്നറിയോ വയത് ടമ്മിയോ ആ ടമ്മി ടമ്മി എന്താ എന്ത് ടമ്മി വയറോ ടമ്മി ആ വയറാണോ ആ വയറ് ലെഗിന് എന്താ പറയണേന്നറിയോ കാല് അത് കാല്. ആ ഓക്കെ ഓക്കെ നമുക്ക് അതിലേക്കൊക്കെ വരാം ഇപ്പൊ നമുക്ക് ഇതിന്റെ ഇത് അക്ഷരങ്ങൾ നോക്കിയാലോ ഉം. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വവൽസ് ആൻഡ് കോൺസണൻസ് അറിയോ നിങ്ങൾക്ക് അറിയില്ല അല്ലെ അപ്പൊ ഓക്കെ ഓക്കെ അപ്പൊ ഇതിപ്പോ സംസാരിക്കുന്നു ഇല്ലേ ലെറ്റേഴ്സ് കാണുന്നില്ലേ ആ ആ ഇ ഈ ഉ ഊ ഊ, വ് ഏർ. ആരവ് കേൾക്കുന്നുണ്ടോ ഏ ആരവ് ഐ കാണുന്നില്ലല്ലോ എ എ ഐ ഓ ആരവ് കാണുന്നുണ്ടോ ലെറ്റേഴ്സ് ഔ അക്ഷരങ്ങൾ കാണുന്നുണ്ടോ ഓ ഓ ഔ അം ആ യു എനിക്ക് തോന്നുന്നു ഇത്രയും ദേവദത്തിന് പഠിച്ചിട്ട് ആയി സ്വരാക്ഷരങ്ങൾ അറിയാം ആരവിന് സ്ക്രീനിൽ കാണുകയാണെങ്കിൽ ആരവൊന്ന് വായിച്ചാൽ നന്നായിരിക്കും ആരവിന് അത് കാണാൻ പറ്റുന്നുണ്ടോ എന്തോ ഇവിടെ സ്ക്രീനിൽ മാം എഴുതിയ അക്ഷരങ്ങൾ കാണുന്നുണ്ടോ യെല്ലോ കളറില് യെല്ലോ ബോക്സിൽ ഇല്ല ഒന്നും കാണുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞുതരാം I think, ma'am, you're not presenting that one. You're presenting? What? Yes, it's visible, Yes. ma'am. എനിക്ക് കാണാം കാണുന്നില്ല എനിക്ക് കാണാം Yes, ma'am, it's visible. ആ ഓക്കെ ഓക്കെ ഇപ്പം ആരവിന് ഇപ്പൊ കാണുന്നുണ്ടോ അക്ഷരങ്ങള് മാം ഒന്നും കൂടെ പ്രസന്റ് ചെയ്യും അപ്പൊ കാണാം എനിക്ക് ഇല്ല ബിക്കോസ് ആരവ് ഇപ്പൊ ഒന്നും കൂടെ ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ പ്രസന്റിങ് ആണല്ലോ മാം ഒന്നും കൂടെ അത് ചെയ്യും അപ്പൊ ആരവിന് കാണാൻ പറ്റുന്ന ആരവ് അങ്ങനെ ചെയ്യണോ മാം ഇപ്പൊ join- Yes, ma'am. ഒന്ന് ചെയ്ത് ആ, നോക്കി അങ്ങനെ നോക്കൂ. ചെയ്ത് ഒന്ന് നോക്ക്. സ്റ്റോപ്പ് ma'am. പ്രസന്റേഷൻ യെസ് യാ ഒന്ന് പ്രസന്റേഷൻ ആ, സ്റ്റോപ്പ് okay. ചെയ്തതിന് ശേഷം വീണ്ടും ചെയ്ത് നോക്കൂ. Now the presentation is off. Then you can on, ma'am. ഇനി ഒന്നും കൂടെ പ്രസന്റ് ചെയ്യും Yes, ma'am. It's clear. Yeah. Yes, you carry on. ആരവിന് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ Now it's visible, Arav? ആരവ് Yes, ma'am. It's clear. ഓക്കെ ഇനി കാണാം ഓക്കെ ആരവ് ഇതൊന്ന് വായിച്ചേ ഈ യെല്ലോ ബോക്സിലുള്ള അക്ഷരങ്ങളൊന്ന് വായിച്ചേ ആ റെഡ് ബോക്സാ റെഡ് ഇവിടെ മുകളില് വൈറ്റില് റെഡ് കൊണ്ട് എഴുതിയിട്ടുണ്ട് താഴെ യെല്ലോ ബോക്സിൽ എഴുതിയിട്ടുണ്ട് ഒന്ന് വായിക്ക് മുകളില് വായിക്കണ്ട ഈ യെല്ലോ ബോക്സിൽ വായിച്ചാ മതി ഫസ്റ്റ് എനിക്കറിയില്ല ലെറ്റർ അറിയില്ല ഓക്കെ ഓക്കെ ഇതില് ഏതെങ്കിലും ലെറ്റർ അറിയോ ഇല്ല ആ ഓക്കെ മലയാളം പാട്ടൊക്കെ അറിയോ രണ്ടുപേർക്കും സോങ്സ് എന്തെങ്കിലും അറിയോ ആ എനിക്ക് ഒരെണ്ണം അറിയാം നീല നിലവേ നിലവിനായക അതറിയാം
ഓക്കെ ഓക്കെ. രണ്ടുപേരും പാടി. എന്നിട്ട് ഒരു പാട്ടിന്റെ അത് അറിയാ. സരി ഗമ പദ നിസ. പാട് പാട് മാം ഫുൾ കേൾക്കട്ടെ. അറിഞ്ഞൂടാ. അറിയുന്നത് പാടിയാ മതി. എനിക്കതേ അറിയാവൂ. നീലനിലവ് അത് സിനിമ പാട്ടല്ലേ? മലയാളം കവിതകൾ എന്തെങ്കിലും അറിയോ? പക്ഷെ ഞാന് കുഞ്ഞു കവിത പക്ഷെ ആ പാട്ട് ഇവിടെ മീറ്റപ്പിന് പാടിയതായിരുന്നു സെക്കൻഡ് സ്റ്റാൻഡേർഡില്. അത് പാട് മാം എനിക്ക് കേൾക്കട്ടെ. മടുത്ത് പറഞ്ഞു പാടി മടുത്തത്. മടുത്തോ? എന്നാ പുതിയൊരു പാട്ട് പാടിയേ. പുതിയൊരു പാട്ട് ആരവിനറിയോ മലയാളത്തിൽ ഏതെങ്കിലും? എനിക്ക് മലയാളത്തിലൊരു ചെറിയൊരു പാട്ടറിയാം. ഭയങ്കര ചെറിയ. ചെറുത് മതി. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പനിട്ടു കാക്ക വന്നു കാലിലിട്ടു. ഇത് മലയാളത്തിലെ ഫേമസ് കവിതയല്ലേ? ഇപ്പൊ തന്നെ ഈ പക്ഷെ അത് പാട്ടാക്കി എടുത്തിട്ടില്ലേ? മലയാളം പോലൊക്കെ അറിയാലോ. അല്ല ദേവദത്തന്. ആരവിന് മലയാളം പാട്ട് അറിയോ? കൊച്ചിയിൽ നിന്ന് പോയി. കൊച്ചിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഉച്ചയായപ്പോ തിരിച്ചുപോയി. വെരി ഗുഡ്. അത് ഞാൻ കേൾക്കാനുള്ള പാട്ടാ. ആരവ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എനിക്ക് പാട്ട് അറിയില്ല. പാട്ട് എനിക്കറിയില്ല ദേവത്തൻ. അതില് ആരവ് ടിവിയില് ബേബീസൊക്കെ മലയാളത്തിൽ കേൾക്കുന്ന പാട്ട് ഇടുന്നുണ്ടോ? അത് ഏതെങ്കിലും അങ്ങനെ പാടിയാലും ഞാൻ അങ്ങനെ പോലെയല്ല ചാനലിൽ കാണുന്ന. ബേബീസ് ആണെങ്കിൽ അല്ല ഞാൻ കാണുന്ന. ഞാൻ എപ്പോഴും എന്റെ ബേബീന്റെ കാർട്ടൂണെ എന്റെ ബ്രദർ കാർട്ടൂൺ കാണും. ഹലോ മാം. യെസ് മാം. മാം ഷാഹിന മാം പറഞ്ഞത് ഇതൊന്ന് അസൈൻമെന്റ് ചെയ്യാനായിരുന്നു. അപ്പോ ഇത് ലെറ്റേഴ്സ് അറിയില്ലെങ്കിൽ ഇതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല തോന്നുന്നു. നമുക്ക് എന്തെങ്കിലും അസൈൻമെന്റ് കൊടുക്കാനാവും അല്ലേ? ഇപ്പം ഇത് കഴിഞ്ഞിട്ട് കുറച്ച് വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും. പക്ഷെ ഇവർക്ക് എനിക്ക് തോന്നുന്നു അതൊന്നും അറിയില്ല. അപ്പൊ മാം പറഞ്ഞു അത് അറിയില്ലെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യണ്ട. നെക്സ്റ്റ് ക്ലാസ്സിൽ മാം ബേസിക് ലെറ്റേഴ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ലൈക് ഞങ്ങൾ അറബിക്കും അങ്ങനെ തന്നെയാണ് സെയിം ഞങ്ങൾ അങ്ങനെ ഫോളോ ചെയ്തത്. ജസ്റ്റ് ഇത് നമുക്ക് ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, ലെറ്റേഴ്സ് മാത്രം. അപ്പോൾ അസൈൻമെന്റ്സ് ഒന്നും കൊടുക്കണ്ട. ഓക്കെ. അപ്പൊ ഇനി വേണമെങ്കിൽ മാമിന് അപ്ലോഡ് ചെയ്താൽ മതി. ക്ലാസ് വർക്കിൽ അപ്ലോഡ് ചെയ്താൽ മതി. മാമിന് അറിയുന്നെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഐ വിൽ ഹെൽപ്പ് യു ദാറ്റ്. ഓക്കെ. ആഫ്റ്റർ ദിസ് ഇപ്പം എന്താ ചെയ്യേണ്ടത്? കൂടുതൽ ക്ലാസ് ഇറ്റ്സ് ബെറ്റർ ടു read the letters. only റീഡിംഗിൽ മാം ശ്രദ്ധിച്ചാൽ മതി. ഓരോ ലെറ്റേഴ്സ് ഒന്ന് റീഡ് ചെയ്യിപ്പിച്ചാൽ മതി. മാം റീഡ് ചെയ്യുക, അവർ റീഡ് ചെയ്യുക, അങ്ങനെ. ഓക്കെ. ഞാൻ ഒരു സാധനം ചാറ്റ് ബോക്സ് എഴുതിയതുണ്ടായിരുന്നു. ചാറ്റ് ബോക്സ്. Ma'am, can you put the numbers? I know very well numbers. Me too. ഓക്കെ. ആരോ പറഞ്ഞേ മലയാളത്തിലെ നമ്പേഴ്സ് പറഞ്ഞേ. ഞാൻ പറഞ്ഞോട്ടെ, ആരോ മുമ്പേ പറഞ്ഞു. ഫസ്റ്റ് ആരവല്ലേ ചോദിച്ചത്? അപ്പൊ ഫസ്റ്റ് ആരോ പറയണം. അല്ല, ആരോ ഞാനൊന്ന് റൂമിൽ പോവാം. പിന്നെ ആരോ പറഞ്ഞോളൂ. പറഞ്ഞോളൂ മാം, പറഞ്ഞോളൂ. ആരോ പറയൂ, നമ്പേഴ്സ് പറയൂ. 1, 2, 3 അങ്ങനെ പറഞ്ഞു. എത്ര പേരെ അറിയാ പറഞ്ഞേ? ഞാൻ നമ്പേഴ്സ് പറഞ്ഞോട്ടെ. നമ്പർ പറഞ്ഞോട്ടെ. മലയാളത്തിൽ വേണം. യെസ് ആരോ, യു ക്യാൻ സേ. മലയാളത്തിലാ അല്ലേ? മലയാളത്തിൽ അറിയാമെങ്കിൽ പറ. ഇത് മലയാളം ക്ലാസ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് വിത്ത് 1. 1 is 1.
ഒന്ന് അതിന് ഞാൻ രണ്ട് പറഞ്ഞോട്ടെ? എന്ന് പറഞ്ഞേ. ആരവിന്ദ് എനിക്കറിയാം. കഴിഞ്ഞതിന് ശേഷം രേവതത്തിന് പറയാം. ഓക്കെ, then ഒന്ന് tell ആരവ്. 1 2 3 Good. 4 5 6 7 8 9 10. വെരി അത് ഗുഡ്. 10 വരെയാണോ അറിയുന്നത്? 100 ഇനി ഞാൻ 100 പറഞ്ഞോട്ടെ? 100 100 വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്ക് 100 വരെ അറിയാം. എനിക്ക് 2 1000 100 വരെ അറിയാം. 1000 വരെ അറിയാം. എനിക്ക് 20 കോടി വരെ അറിയാം. 1000ന്റെ മലയാളം എന്താ പറഞ്ഞേ? അറിയാം. പറഞ്ഞേ 1000ന്റെ മലയാളം എത്ര? മാമിന് ഈ വേർഡ് അറിയോ മലയാളത്തില്? 20 കോടി. 20 കോടി അതല്ലേ അതിന്റെ മലയാളം. 1000 ആയിരം. എന്തെങ്കിലും ഗുഡ്. 1000. 1000. ആയിരം 2000 ആണെങ്കിൽ എന്ത് പറയും? 2000 ആണെങ്കിൽ 1000 വരെ എനിക്ക് അറിയുള്ളൂ. അത്രയുള്ളൂ. ഓക്കെ, 1000 1000. 2000 ആണെങ്കിൽ ഇപ്പൊ പിടികിട്ടി. 200 പറ. എന്തായിരുന്നു പറയണത്? 200. ഇപ്പൊ പിടി. അപ്പൊ 200 കോടി. 2000 എന്ത് പറയും? 200 കോടി എന്താണെന്ന് കോടിയല്ല, അത് ക്രോർസ് അല്ലേ. ഇത് 2000 എന്താ പറയാ? 2000 അങ്ങനെ. നമ്മൾ 1000 എന്ന് പറയല്ലേ. അപ്പൊ 2000 മലയാളത്തിൽ 2000. മാമിന് 1 kg എന്താണെന്ന് അറിയോ? 1 kg എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. 1 MB എന്ന് പറഞ്ഞാൽ 1 MB എന്ന് പറഞ്ഞാൽ 1 മില്യൺ. MBയോ? MB മില്യൺ അല്ല. അപ്പൊ MB എന്ന് പറഞ്ഞാൽ മെഗാബൈറ്റ്. അവിടെ M ചേർക്കണം. അത് വേറെ. അവിടെ ഓക്കെ, ഇനി ദേവദത്തൻ നമ്പേഴ്സ് പറഞ്ഞേ മലയാളത്തില്. 1 മുതൽ 1 10 വരെ പറഞ്ഞേ. 5 6 7 8 9 10 11 12 14 15 16 17 18 19 20 21 22 23 24 25 ഓക്കെ, സ്റ്റോപ്പ്. വെരി ഗുഡ്. ഇനി നമുക്ക് ലെറ്റേഴ്സ് വായിച്ച് പഠിക്കാം കേട്ടാ. നമ്മൾ ആദ്യം ബേസിക് ആയിട്ട് ലെറ്റേഴ്സ് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ലാംഗ്വേജ് പഠിക്കാൻ പറ്റൂ. നമുക്ക് സംസാരിക്കണമെങ്കിൽ ലെറ്റേഴ്സ് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് വായിക്കാനും എഴുതാനൊക്കെ ലെറ്റേഴ്സ് അറിയണ്ടേ? വേണ്ടേ? മലയാളം പഠിക്കാൻ പറയാണ്. ആയിട്ടില്ല. 1 മിനിറ്റ്. ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. മാമ ഓക്കെ. തീർന്നിട്ടില്ല. ഹലോ മാം. Yes. റാലിയ മാം. Yes, ma'am. You can say. ഇതിന്റെ ക്ലാസ്സിന്റെ ഇടയിൽ ഇങ്ങനെ പോകുന്നതിന് No problem. No problem, ma'am. അറിയില്ല. You can allot one or two പോവല്ലേ? time maximum. Okay. ഓക്കെ. ആരവ് സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? മാം ഷെയർ ചെയ്ത സ്ക്രീൻ കാണുന്നുണ്ടോ? Yes, ma'am. It's visible. No problem. ലെറ്റേഴ്സ്. ഓക്കെ. Yeah, ലെറ്റേഴ്സ് letters are ബോക്സ് clear. കാണുന്നുണ്ടോ? ആരവ് Arav, can you hear me, Arav? ആരവിന്റെ ക്യാമറ ഓഫ് ചെയ്തോ? Arav, is it audible, Arav? I think yes, but your camera is off. Yes, don't close your camera, Arav. Yeah. But I kept it on. Yeah, ma'am. Maybe it's his problem. ഓക്കെ. Okay, yeah. Don't make that one. സ്റ്റിൽ ലെറ്റേഴ്സ് വായിച്ച് പഠിക്കാം. ഓക്കെ. ഇതില് യെല്ലോ ബോക്സിൽ കാണുന്ന ഫസ്റ്റ് ലെറ്റർ ആണ് മലയാളത്തില് ആ എന്ന അക്ഷരം.
റിപ്പീറ്റ് ചെയ്ത് എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്തേ. ആ. ആരോ എന്തോ ഇത് റിപ്പീറ്റ് ചെയ്ത് മാം പറയുന്ന പോലെ പറഞ്ഞേ. ആ. ആ ആ വാക്ക് പറഞ്ഞേ മലയാളത്തിലുള്ള. ജോയിൻ ചെയ്തോ? ഓഫായിട്ട് ഓക്കെ ഓക്കെ. ആരോ ആ കൊണ്ടുള്ള ഒരു വാക്ക് പറഞ്ഞേ മലയാളത്തിലുള്ള. എ ഫോർ ആപ്പിൾ എന്ന് പറയില്ലേ, അതുപോലെ ആ കൊണ്ടുള്ള ഒരു മലയാളം വാക്കറിയോ? പ്രോപ്പർലി കേൾക്കാൻ പറ്റില്ല, ഒരെണ്ണം കൂടെ പറഞ്ഞു. എ ഫോർ ആപ്പിൾ എന്ന് പറയുന്നില്ലേ? ആരോ ആരോ ക്ലിയർ ആണോ? ഓക്കെ. വീട്ടില് പോവാണ്. ആരെ വായിക്കാൻ ചെയ്തു പ്രോപ്പർലി? എനിക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. Ma'am, I'm having some problem with the connection. ഓക്കെ ഓക്കെ. ദേവദത്തൻ. Yeah. ദേവദത്തൻ. ഓക്കെ. ഇതില് യെല്ലോ ബോക്സിൽ കാണുന്ന ഫസ്റ്റ് ലെറ്റർ വായിച്ചേ. ആ ആ. ആ അല്ലേ? ആന്ന് നീട്ടുമ്പോ അടുത്ത ലെറ്റർ ആവേ. ആ. ആ ആ. ആ ആ. ആ. ആ ആ. ആ. ഈ ആ കൊണ്ടുള്ള ഒരു വാക്ക് പറയോ മലയാളത്തില്? ഒരു വേർഡ് പറയാ. അത് ആ വേർഡ് ഒരു വേർഡ് പറയാം. രണ്ടുപേരില്ലേ? ആ പറയട്ടെ. ആരാണ്? ആ. ആദ്യം റെഡി സെറ്റ് ഗോ. അത് ആക്രാന്തം. ആന്നോ? അത് വേറെ ലെറ്റർ ആവും. ആ. ആ ആരവിന്റെ പാരന്റ്സ് ഇല്ലേ? അവരെന്താ മലയാളത്തിൽ പറയാ? ആരൊക്കെയാണ്? എന്നെയാണോ? യെസ്, നമ്മുടെ അച്ഛനും അമ്മയും. ഈ അച്ഛൻ അമ്മ എന്നൊക്കെ പറയാ എങ്ങനെയാ? അപ്പൊ ഏത് വേർഡാ, ഏത് ലെറ്റർ ആണത്? അങ്കിൾ അങ്കിൾ. ആ മലയാളത്തില് അങ്കിൾ. ഇംഗ്ലീഷിൽ വരുമ്പോ യു ആ വരും. ഓക്കെ. മലയാളത്തിൽ അങ്കിൾ. ഇതൊക്കെ ഏത് അക്ഷരം കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല, മലയാളത്തിന് മാമൻ എന്നാ. ഓക്കെ ഓക്കെ. മലയാളത്തിൽ മാമൻ. അമ്മ അച്ഛൻ എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഈ ആയാണ് യൂസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് അല്ലേ? ഇനി അടുത്ത അക്ഷരം നോക്കിയേ. സെക്കൻഡ് വരുന്ന അക്ഷരം ഏതാ? ക്ലാസ് അവിടെ ഇല്ലാന്നും അല്ല. ഏത് ടൈമാ സ്റ്റാർട്ട് ചെയ്യുക? മാം, യെസ്. ഞാനൊരു വേർഡ് പറയാം ആ വെച്ചിട്ട്. ഓക്കെ. പക്ഷെ അത് ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുമ്പോ ക്ലബിലുള്ള ഒരു സ്റ്റുഡന്റിന്റെ പേരാണ് ആദിൽ. വെരി ഗുഡ്. ആദിൽ. ആദിൽ ഇങ്ങനെ മലയാളത്തിൽ എഴുതുമ്പോ ഏത് വേർഡ്, ഏത് ലെറ്റർ ആണ് ആദ്യം വരിക? ആ അല്ലെ? ആരോ പറഞ്ഞേ ആ ഉപയോഗിച്ചൊരു വാക്ക് പറഞ്ഞേ. ഫ്രണ്ട്സിന്റെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും അനിമലിന്റെ പേരോ എന്തെങ്കിലും പറഞ്ഞേ. എന്താ പറഞ്ഞ? ആ പറഞ്ഞോളൂ. യെസ്. ഒരു വേർഡ് കണ്ടുപിടിച്ചു. ആരോ ഏതെങ്കിലും ഒരു വേർഡ്. പക്ഷെ ആ വെച്ച് സ്റ്റാർട്ടിങ്ങിലായിരുന്നു. ആരവിന്റെ നെയിം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നേ? ആ ആരവിന്റെ നെയിം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ദത്തൻ. ആ വെച്ചിട്ട്. എന്നിട്ട് ആരവന്റെ നെയിം പോലും അറിയാം. അവന് ഹിയറിംഗ് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ്, ഇത് നെറ്റ്വർക്ക് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ്.
ആരവ്. ആരവിന്റെ ആ പേര് എനിക്കൊരു മലയാളത്തിൽ വേർഡ് name കിട്ടി. മലയാളത്തിൽ എനിക്കൊരു വേർഡ് എഴുതാനറിയോ? അറിയാം. ആ എനിക്കൊരു വേർഡ് പറഞ്ഞോ. അറിയാം. എനിക്കൊരു വേർഡ് അറിയാം. അവൻ. ദേവദത്തൻ അവൻ. പറയൂ. മാം അവൻ അവൻ. അതല്ല വരിക, ഫസ്റ്റാ വരിക. നമ്മൾ ആവൻ എന്നാണോ പറയുന്നത്? അവൻ എന്നല്ലേ പറയാ? ആ, ആന്ന് നീട്ടിയിട്ടാണോ പറയാ? അല്ലല്ലോ. അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ വേർഡില്ലേ അതിന് അവൻ എന്ന് പറയാ കേട്ടോ. ഇപ്പൊ പറഞ്ഞ ആക്ക്, ആന, ആട്, ആമ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ആട്. ആട്. ആ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ? ആട്. ആട് അറിയോ? ആടെന്താണ്? ആട്. ആടൊരു ജീവിയാണ്. അതൊരു ജീവിയാ. യെസ്, ഗോട്ട്. അതിന്റെ ബാക്ക് സൈഡിലൊക്കെ ഒരു വൈറ്റ് കളർ അതുമല്ലേ? അത് വെച്ചാണ് നമ്മുടെ ക്ലോത്ത്സ് ഉണ്ടാക്കുന്നത്. അത് ഷീപ്പിന്റെ. ഇത് കണ്ട ഈ മേജിന്റെ ഉടുപ്പ് ഉണ്ടാക്കിക്കണ അത് വെച്ചിട്ടാണ്. അത് ഗോട്ടിന്റെ അല്ല, ഷീപ്പിന്റെ. ഓക്കെ, ഗോട്ട്, ആട്, ഷീപ്പ് അതുപോലെ വേറൊരു ജീവിയാണ്. ഈ രോമം എന്ന് പറയാം, അതിന്റെ രോമം, ചെമ്മരിയാടിന്റെ രോമം കൊണ്ടാണ് ഇങ്ങനത്തെ വൂളൻ ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഈ ജിറാഫിന് എന്താ മലയാളത്തിൽ പറയണെന്ന്? മലയാളത്തിൽ ജിറാഫ് എന്ന് തന്നെ പറയും. ജിറാഫ് എന്ന് തന്നെയാ പറയാം. ഇനി ഈ വെച്ചൊരു വേർഡ് കണ്ടുപിടിക്കാം. ഇനി ഈ വെച്ചൊരു വേർഡ് ഉണ്ട്. യെസ്, എലിഫന്റ്. ആന. മലയാളല്ലേ പറയണ്ടേ? എലിഫന്റിന്റെ മലയാളാണ് മാം ഇപ്പൊ പറഞ്ഞത്. ആന. ആന എന്ന് പറഞ്ഞ എന്താണ്? ആന. അത് സ്റ്റാർട്ടിങ് വിത്ത് പക്ഷെ ഞാൻ അത് മാത്രം പറയാൻ മറന്നുപോയി. ആരോ ഈ തേർഡ് ബോക്സിലെ മൂന്നാമത്തെ ബോക്സിലുള്ള ലെറ്റർ വായിച്ചേ. മാം ഇനി 1 minute. ആരോ തേർഡ് ബോക്സിലെ മൂന്നാമത്തെ ബോക്സിലുള്ളത് വായിക്കും. ഈ ലെറ്റർ വായിക്കാൻ അറിയോ? അറിയോ? വോയിസ് ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ. ദേവദത്തൻ, ഈ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വാക്ക് പറഞ്ഞേ മലയാളത്തില്. എല. എല. ഇല. ഇല. യെസ്, ഇല. ഇല. പിന്നെന്താണ്? ഞാൻ ഈ മാവ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡ് പറയട്ടെ. പറഞ്ഞോ. പറയട്ടെ? പറയൂ. യെസ്. മാവ്. മാവ്. യെസ്, മാവ്. ഓക്കെ. ഈ കൊണ്ട് ഇഞ്ചി അറിയോ? ഇഞ്ചി. ഈ കൊണ്ട് ഇഞ്ചി അറിയാ, പക്ഷെ അത് എനിക്ക് ഇഷ്ടല്ല. നല്ല എരിവാണ്. നാക്കി തട്ടി കഴിഞ്ഞാൽ നല്ല എരിവാണ്. പക്ഷെ ഇഞ്ചി ഗുഡ് ഫോർ ഹെൽത്ത് ആണല്ലേ? ഇതൊക്കെ എരിവുള്ള സാധനം എങ്ങനെയാണോ ഗുഡ് ആവണെന്ന്. ഇഞ്ചി എന്താന്ന് അറിയില്ലേ? ആരവിനറിയോ ഇഞ്ചി? എനിക്കറിയാം. ഞാനത് കഴിച്ചിട്ടുണ്ട്. ക്യാരറ്റ് അറിയാവോ? ക്യാരറ്റ് അതെന്റെ ഫേവറേറ്റ് വെജിറ്റബിളാ. ആയുർവേദം എന്താണെന്ന് അറിയോ? ആയുർവേദം ഫ്രൂട്ട്. ആരവ് മാം പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ.
ഉം, എന്ത്? ആ ഞാൻ ഒരാളുടെ പേര് I അത് think it's better വെച്ചുണ്ടാക്കി. to avoid ഋതുനന്ദ. asking ഈ questions. കൊണ്ടാണോ? ഋതുനന്ദ. ഋതുനന്ദയോ? ഋതുനന്ദ ഈ അല്ല വരിക. ഏ? ഇവിടെ ആ എന്ന അക്ഷരത്തിന്റെ താഴെ ഒരു അക്ഷരം കാണുന്നില്ല, ഋ. ഉം. ഈ ഋ കൊണ്ടാണ് ഋതുനന്ദ തുടങ്ങുക കേട്ടാ. ഇത് ഈ ആണ്. എനിക്കറിയാം കൊണ്ട് തന്നെയാണെന്ന് തുടങ്ങുന്നത്. നമ്മളിപ്പോ ഈ അല്ലേ പറയുന്നത്, ഈ കൊണ്ടുള്ള വാക്കുകളല്ലേ പറയേണ്ടത്. ആ. ഈ കൊണ്ട് നമ്മളിപ്പോ എന്തൊക്കെ വാക്കുകൾ പറഞ്ഞു? മാം എനിക്ക് ഈ വെച്ച ഒരാളുടെ പേര് ഉണ്ടാക്കാൻ അറിയാം. ആ പറയും. ഈ വെച്ച് ഇല്ലി ഇല്ലി. ആ ഇല്ലി. ഗുഡ്. ഞങ്ങളുടെ ഒരു ആന്റിയുടെ വാവയുടെ പേര് അല്ലി. ഇല്ലി ഇല്ലി എന്നാണോ? അല്ല, അല്ലി എന്നാണ്. അല്ലി ഞങ്ങളുടെ ഒരു അല്ലി ആന്റിയുടെ ബേബിയുടെ പേര്. 1 years old. ഓക്കെ. അപ്പൊ നമ്മൾ ഈ കൊണ്ട് ഏതൊക്കെ വാക്കുകളാ ഇപ്പൊ പറഞ്ഞത്? ഈ കൊണ്ട് ഇല്ലി പറഞ്ഞു, ഇല പറഞ്ഞു, ഇഞ്ചി പറഞ്ഞു അല്ലേ? ആ. ഇനി നമ്മൾ അടുത്ത അക്ഷരത്തിലേക്ക് മൂവ് ചെയ്യാണ്. അടുത്ത അക്ഷരം എനിക്ക് ഒരെണ്ണം കൂടെ അറിയാം ഈ വെച്ചിട്ട്. പറഞ്ഞോ. ഇടി ഇടി ഇടി. ഇടിമിന്നലും. ഇടിമിന്നൽ. വെരി ഗുഡ്. ഇടിമിന്നൽ. പിന്നെ വെരി ഗുഡ്. ഇടി ഇടിയപ്പം കേട്ടിട്ടുണ്ടോ? ഇടിയപ്പം. ഇടിയപ്പം ഉണ്ട്. ഇടിയപ്പം കഴിച്ചിട്ടുണ്ടോ? ഇടിയപ്പം ഇഷ്ടാണോ? ഇടിയപ്പം എനിക്ക് ഇടിയപ്പം ഇഷ്ടമാണ്. എനിക്ക് ദുബായിൽ ഒരു ഹോട്ടലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇടിയപ്പം. നല്ല ടേസ്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് അക്ഷരത്തിലേക്ക് മൂവ് ചെയ്യാണ് കേട്ടോ. ഫോർത്ത് ബോക്സിലെ ഈ ആരോ ഇല്ലിപ്പൊടി. Ma'am, the time is almost over. Now you can wind up the class, ma'am. ആരവൻ ദേവദത്ത്. നമുക്ക് ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാന്നല്ലേ പറയണത്. ടൈമായി. അത് നമ്മൾ പഠിക്കാനായിട്ടില്ല. നമുക്ക് ആദ്യം നമ്മൾ ഈ ബേസിക് ഒന്ന് ക്ലിയർ ചെയ്യണ്ടേ. നമുക്ക് അക്ഷരങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണ്ടേ അല്ലേ? നമുക്ക് അടുത്ത ക്ലാസ് മുതൽ അക്ഷരങ്ങളും വെയിറ്റ് ചെയ്തെന്ത് ഇങ്ങനെയാണോ ക്ലാസ്സിലെ? എല്ലാ ക്ലാസ്സിലും ഇങ്ങനെയാണ്. നമുക്ക് അദ്ദേഹത്തിനല്ലേ പറഞ്ഞത് മലയാളം ക്ലാസ് ഇഷ്ടമാണ്, ഇംഗ്ലീഷ് ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം. എല്ലാ ക്ലാസ്സിലും ഇതിനെക്കാട്ടി കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ക്ലാസ് ആയിട്ട് മാറുന്നു. തുടങ്ങിക്കൊണ്ടേ ഇഷ്ടം പോയി പോവില്ലേ? എനിക്ക് ഒത്തിരി നേരം ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. നമുക്ക് നെക്സ്റ്റ് ആരോ ലെഫ്റ്റ് ചെയ്തു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ രണ്ടുപേരും ലെഫ്റ്റ് ചെയ്തല്ലോ. Yeah, ma'am, they are left. Okay, ma'am. Class was good, ma'am. Yeah, I think need to ask me, ma'am. ഫസ്റ്റ് ക്ലാസിന്റെ ഒരു ഇതുണ്ട്. No problem. കുഴപ്പമില്ല മാം. പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു അവർക്ക് ലെറ്റേഴ്സ് ആണ്. അതെ. നെറ്റ്വർക്ക് പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആള് ടോക്കറ്റീവ് ആണ്. യെസ്, അതിപ്പോ ഫസ്റ്റ് മാം ആയ കാരണം ഇങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കുക. നമുക്ക് ഒന്ന് സ്ട്രോങ് ആയി നിന്നാ അവര് ഇതായിക്കോളും. എനിക്ക് തോന്നുന്നു ഓക്കെ. എനിക്ക് തോന്നുന്നു ബേസിക് ക്ലാസ് ആദ്യം കൊടുക്കേണ്ടി വരുന്നു. അതായത് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും തന്നെ റൈറ്റ് ചെയ്യണതൊക്കെ ബോർഡ്. അതെ,
അതെ 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 ഉം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങണം. ഏറ്റവും എ ടു സെഡ് പഠിക്കണ എ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് വുഡ് ബി ബെറ്റർ. അപ്പൊ അതെങ്ങനെയാ എഴുതാന്നുള്ളത് വൈറ്റ് ബോർഡ് യൂസ് ഉം. ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാം. വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാൻ അറിയോ മാമിന്? അത് ഇല്ല, അത് പഠിപ്പിച്ചിട്ടില്ല, ഇല്ല, ആ അറിയാം. ഓക്കെ ഓക്കെ. അത് നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോ മാമിന്റെ സ്ക്രീനിന്റെ മുകളിലായിട്ട് ഒരു ഒരു റെഡ് മിനിറ്റ്. കളറിൽ അല്ല, ഇത് ഇതൊന്ന് റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യട്ടെ. യെസ് യു ക്യാൻ സ്റ്റോപ്പ് ദ റെക്കോർഡ് മാം. നോ പ്രോബ്ലം. ആൻഡ് ഓൾസോ സേവ് ദാറ്റ് വൺ. There is ചെയ്യണല്ലോ. yes. Could you please share your screen? ഷെയർ അല്ലേ? ഷെയർ ചെയ്യും. ഞാൻ പറഞ്ഞുതരാം. How do you upload that in the screen file? Everything I will say that. First, you should stop your. ഓട്ടോമാറ്റിക് ആയിട്ട് മെയിലിലേക്ക് പോവില്ല. Which one, ma'am? റെക്കോർഡിംഗ് No. ഞാൻ സേവ് ചെയ്തിട്ടില്ല. ഇല്ല മാം. സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം we want to upload the same recording into our YouTube channel. So I will show you how to do that. Ma'am, ഒന്ന് presentation stop ചെയ്യോ? Then presentation on ചെയ്യോ?